ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു തോരൻ വയ്ക്കുന്നത് പരിചയപ്പെടുത്തട്ടെ. ഇതിവിടെ ആർക്കും ഇഷ്ടമല്ല തോരൻ വെച്ചാൽ, അതുകൊണ്ട് ഇത് നുറുക്കിയിട്ട് തോരൻ വെച്ചാൽ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കാബേജ് ഉപ്പേരി തോരനൊക്കെ വയ്ക്കുന്ന പോലെ, ഉപ്പേരി തോരനൊക്കെ വയ്ക്കുന്ന പോലെ ഞാൻ അവർക്ക് ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു തോരൻ വയ്ക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് എന്താ സാധനം എന്നറിയോ? പപ്പായ ഇതിലിങ്ങനെ ഉരച്ചരച്ച് ചീക്കിയെടുത്തതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാബേജാണ്. കാബേജല്ല, അത് ചുരണ്ടി എടുത്തിട്ട് ഉണ്ടാക്കിയ ഇതാണ്. അതുകൊണ്ട് ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് പരിചയപ്പെടുത്താനാണ്. വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചു, അതിൽ ലേശം കടുക് ഒഴിച്ചു, പിന്നെ കുറച്ച് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇടാം, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. ഇത് മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് കരിഞ്ഞു പോവാതെ വേഗം ഇതിൽ ലേശം കാബേജ് കരിഞ്ഞു വെച്ച പോലെയുള്ള പപ്പായയുടെ ഇത് ഇട്ട് കൊടുക്കാം. പപ്പായ ചുരണ്ടി വെച്ചതാട്ടോ. അത് ചുരണ്ടി വെച്ചതാണ്. അതിനകത്ത് കുറച്ച് ഉപ്പ് തൂവി കൊടുക്കാം. എന്നിട്ട് ഇളക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി വെച്ചിട്ട് നല്ലപോലെ ഇളക്കണം. ഇളക്കിയിട്ട് അതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ചിട്ട് ഒന്ന് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞിട്ട് ഒന്നുകൂടി തീ കുറച്ച് വയ്ക്കും. തീ കുറച്ച് വെച്ചിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂടെ ചുവന്നുള്ളി ചതച്ചതും കൂട്ടിയിട്ട് അതിലിട്ടിട്ട് ഒന്നുകൂടെ ഇളക്കാതെ അത് അടച്ച് വെക്കണം.
അടച്ച് വെച്ചിട്ട് തീയൊന്നും കൂടി കൂട്ടി വയ്ക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി തീ കുറച്ച് സമയം കൂടി അങ്ങനെ വെച്ചിട്ട് അങ്ങനെ വെക്കണം. കരിവേപ്പിൻ്റെ ഇല വേണം കേട്ടോ. കരിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. വറ്റൽമുളകുണ്ടെങ്കിൽ അതും ഇടാം. അത് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ലോണം ഇളക്കി വേവിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പപ്പായ കൊണ്ട് നിങ്ങളൊരു തോരൻ വെച്ച് കഴിച്ച് നോക്കൂ. അടിപൊളി തോരനാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിൽ എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ ഉപ്പേരിയും തോരനും വെച്ചാൽ നുറുക്കിയിട്ടൊക്കെ വെച്ചാൽ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ കാബേജ് തോരൻ ഉണ്ടാക്കുന്നത് പോലെ ഇതൊന്ന് ചെയ്ത് നോക്കും. അടിപൊളി ടേസ്റ്റിയായ ഒരു തോരനാണിത്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. ഞാനിന്നിപ്പോൾ ഉപ്പേരിക്കൊന്നും ഇല്ലായിട്ട് ഇതെടുത്തുണ്ടാക്കി. അപ്പോൾ അത് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അതാണിത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ഉണ്ടാക്കിയിട്ട്.